ഈ ബർക്കത്താകപ്പെട്ട ടൈം ബർക്കത്തുള്ള ടൈം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്തിന് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചൊരിച്ചു തരുമാറാവട്ടെ. قال النبي صلى الله عليه وسلم تقشل ابن مسعود رضي الله عنه നിവേദനാക്കുന്ന ഹദീസ് അൽ ജന്നത്തു സ്വർഗ്ഗമുണ്ടല്ലേ, ആ സ്വർഗ്ഗ ചൊല്ലത് അഖറബു ഇലാ അഹദികും മിൻ ശിലാത്തിൻ അലൈഹി, ഞങ്ങളുടെ കാലിന് ഞങ്ങളുടെ ചെരുപ്പ്, ആ ചെരുപ്പിന്റെ ഇടയിലുള്ള ബാറയ്ക്കിടല്ലേ, രണ്ട് വിരലിന്റെ ഇടയിലുള്ള ബാറ, ആ ബാറ ഞങ്ങളുടെ വിരലിന് എത്ര ടച്ചായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ചെരുപ്പും അത് ഞങ്ങളുടെ കാലിന് എത്ര മുട്ടായിരിക്കും നോക്കൂ, ഭയങ്കര മുട്ട എപ്പോൾ ടച്ചായിട്ട് ആ ബാറവും ഞങ്ങളുടെ വിരലും എത്ര മുട്ടയിക്കിടും, അത്രയും മുട്ട ഞങ്ങളുടെ സ്വർഗത്തെ ഇടയിലുള്ള ദൂരം അത്രേ ഉള്ളൂ. അപ്പൊ അത്തരം സ്പീഡിലുള്ള ഒരു മുമ്പിനായ മനുഷ്യൻ എന്താകാ സ്വർഗത്തിൽ പോയെത്ത. അതേപോലെ അതായത് നരകവും അതേപോലെ ഒരു മനുഷ്യന്റെ കാലിലുള്ള ചെരുപ്പിന്റെ ഭാരവും അവരുടെ കാലും ആ വിരലും എത്ര ദൂരത്തോടുള്ളൂ, ചെരുപ്പും അങ്ങനെ കാലും അത്രേ ദൂരമായിട്ട് അത്രയും മുട്ടത്തിൽ നരകമുള്ളൂ. അപ്പൊ ആ മനുഷ്യൻ അത്രയും സ്പീഡിൽ നരകത്തിൽ പോയി എത്ര. അപ്പൊ ഞങ്ങളുടെ ചെരുപ്പുടെയും ഞങ്ങളുടെ കാലിന്റെ ഇടയിലുള്ള ദൂരമേ നരകത്തിലും സ്വർഗത്തിലുമുള്ളൂ. സ്വാലിഹായ സ്വർഗത്തിൽ പോണ്ടാറ്, അതേപോലെ ഇബാദത്തെടുക്കാണ്ട് പാപ്പമ്മോടെ ബഹുമാനിക്കാണ്ട് സുജൂദ് ചെയ്യാണ്ട് കട്ടായ സൽക്കർമ്മങ്ങളൊന്നും ആക്കാണ്ട് നോമ്പ് പിടിക്കാണ്ട് തമ്മാടിയായിട്ട് ഇങ്ങനെ റബ്ബുടെ മേലൊരു പേടിയുമില്ലാണ്ട് ജീവിച്ചങ്ങ അതുപോലെ നരകത്തിൽ പോണ്ടാറ്. അല്ലാഹു എല്ലാവർക്കും തൗബാക്കി ജീവിക്കുക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നബി ഫിറാസ് റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു ഖാദിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമായിട്ട് ഖാദിമ ചൊല്ലിക്ക് ഖിദ്മത്ത് എടുക്കുകയാണ്, ഇവരൊട്ടിಗೆ എപ്പോഴും സഹവസിച്ചോണ്ടിരിക്കുകയാണ്. പണ്ട് മുത്തഅല്ലിം പഠിക്കുന്ന ദർസ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ സുഫത്തിലാന്മാരെ ചൊല്ലണോ മുത്തഅല്ലിമായിട്ട് അയാൾ ചൊല്ലണു കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ನಾನು ನಬಿ ಸല്ലಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಗಳೊಟ್ಟಿಗೆ ಜಾವು ಎಪ್ಪೋಳು ನಬಿ ತಗಳೊಟ್ಟಿಗೆ ಮೇ ಈ ಕಡೆ ನಬಿ ತಗಳೊಟ್ಟಿಗೆ ಮೇ ಹೊರಗಡೆ ನಬಿರೊಟ್ಟಿಗೆ ಮೇ ಈ ಕಡೆ. ಅಪ್ಪ ಫಾತಿಹಿ ಬಿ ವುದುಇ ವ ಹಾಜತಿಹಿ, ನಾನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുദു എടുക്കുന്ന ആവശ്യമുള്ള തണ്ണിയെല്ലാം എടുത്തു പോയിട്ട് നാനേ കൊടുക്കണം. വഹാജത്തിഹി അവിടുത്തെ ഡ്രസ്സും അവിടെ എന്തിനുള്ള പേരുടെ പേര് ആ വ്യവസ്ഥ എല്ലാം നാനേ എടുത്തു പോയിട്ട് കൊടുത്തോണ്ടിരുന്ന നബിക്ക് ആവശ്യമുള്ള വസ്തുന ഐറ്റമെല്ലാം നാനേ എടുത്തു പോയി കൊടുത്തോണ്ടിരുന്നിട്ട് റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. അങ്ങനെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, സല്ലി ഓ റബീഅ, എനിക്ക് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ എൻ്റെ എനിക്ക് നാനാക്കി തന്നെ. അപ്പൊ ഫഖുൽതു, ನಾನು சொன்னேன் നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ അസ്അലുക മുറാഫതക ഫിൽ ജന്ന, നബി സ്വർഗ്ഗത്തിൽ എനിക്ക് ഇതേപോലെ നിങ്ങളൊട്ടിಗೆ സഹവസിക്കൂ, സ്വർഗ്ഗത്തിലും നിങ്ങളോട് കൂട്ടുകാരനായിട്ട് ഇതേപോലെ ഇക്കൊള്ളൂ, എനിക്ക് നിങ്ങൾ ദുആ കൊള്ളൂ, അത് തന്നെ പയ്യാവൂ, എന്തും നബി തന്നെ വേണ്ട. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അവ ഗൈറ ദാലിക, അത് മാത്രമേ എനിക്ക് കേൾക്കുള്ളൂ, വേറെ എന്ത് കേൾക്കൊള്ളുകില്ലേ? ನಾನು ಸೊನ್ನೆ ಹೋದ ಕಣಕ್ಕೆ ಅದೇ ಕೇಳ್ಕೊಂಡು ನಿങ്ങളೊಟ್ಟಿಗೆ ನಾನು ಸ್ವರ್ಗದಲ್ಲಿ ಸಹವಸಿಕೊಂಡು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತನ್ನ ಸೊತ್ತು ಫಇನ್ನಿ ಅಲಾ ನಫ್ಸಿಕ ಬಿಕಸರತಿ ಸುಜೂದ್, ಅವನಂತ കണ്ടെങ്കിൽ നീ നല്ലൊട്ടിಗೆ സ്വർഗത്തിൽ സഹവസിക്കൊണ്ട് കണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ആവണം കണ്ടെങ്കിൽ നീ ചമ്മ സുജൂദാക്കിയിട്ട് തന്നെ സഹായിക്കുന്നു ചെന്നെങ്കിൽ നീ ചമ്മ സ്വർഗത്തിൽ നിസ്കരിക്കുന്നു, പുറത്ത് നിസ്കാരം പോടാണ്ട് ചമ്മ സുജൂദാക്കണം അല്ലാഹ്. എന്നാൽ നിനക്ക് ആ ഭാഗ്യം കിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചമ്മ സുജൂദാക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് കണക്കില്ലാത്ത സുജൂദാക്കുവാനായിട്ട് ഞങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ ചൊല്ലിയതും കേട്ടതും അല്ലാഹു സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ താമസിക്കുന്നവരാകാൻ വേണ്ടി തൗഫീഖ് മഹാഭാഗ്യം നൽകണം അല്ലാഹ്. നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും, നമ്മുടെ പെണ്ണെ മക്കളെ മുത്തങ്ങ ബാപ്പമ്മമാർക്ക് എല്ലാവർക്കും നീ അതിന് തൗഫീഖ് നൽകണം അല്ലാഹ്. അതിന് ഈ മജ്‌ലിസ് ഒരു കാരണമാക്കണം അല്ലാഹ്. പഠിച്ച തമ്പുരാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും എല്ലാ ആഫാത്തിനെ തൊട്ടും മുസീബാത്തുകളെ തൊട്ടും ബലാകളെ തൊട്ടും ഞങ്ങളെ കാത്തുരക്ഷിക്കണം അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള മരണങ്ങളെ അല്ലാഹ് രോഗങ്ങളെ തൊട്ട് നീ കാക്കണം അല്ലാഹ്. ആക്സിഡന്റ് പോലെയുള്ള മുസീബത്തുകളെ തൊട്ട് കാക്കണം അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാത്ത രൂപത്തിൽ രോഗത്തിന്റെ അടുക്കങ്ങളുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നാം ഓതിയ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വേദനകളും നീ ശിഫയാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ ബാപ്പുമ്മാക്ക് ഉപകാരമുള്ള ബാപ്പുമ്മാക്ക് കൈ ബന്ധിച്ച് ദുആ ചെയ്യുന്ന അതേപോലെ ഖുർആൻ ഓതുന്ന ദിക്ർ ചൊല്ലുന്ന നിസ്കരിക്കുന്ന സ്വാലിഹായ മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ നീ പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്നതുവരെ ഇസ്സത്തോടെ ജീവിക്കാനും നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നമുക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരു കടവും ബാക്കിയില്ലാതെ ഈ ദുനിയാവിൽ നിന്ന് നല്ല ശുദ്ധിയോടുകൂടെ ഒന്നുകൂടെ അല്ലാഹുവേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബദറുൽ കമാലായ പുഞ്ചരിക്കുന്ന മുഖം കണ്ട് സ്വർഗ്ഗം കണ്ട് പുഞ്ചരിച്ച് വരിക്കാൻ നമുക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.